ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് തോന്നിയ ഒരു ഐഡിയ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ ഈ ഹൈഡ്രോളിക് മോഡലാണ് നമ്മളിപ്പം ചുമ്മാ ഒന്ന് നോക്കുന്നത്. അപ്പോൾ എനിക്കൊരു പെട്ടെന്ന് ഐഡിയ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുട്ടനാട്ടിലൊക്കെ നമുക്ക് വെള്ളം കയറുന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോഴും കൃഷിക്ക് വെള്ളവും വേണം, അതേസമയം മട വീഴുന്നു, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ചിന്ത പോയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വാട്ടർ മാറ്റൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഐഡിയ പറയുന്നതാണ്. ഈ വാട്ടർ മാറ്റിൽ നമുക്കൊരു ഹൈഡ്രോളിക് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആവശ്യാനുസരണം ഇതിനെ ലിഫ്റ്റ് ചെയ്യാനും, നമുക്ക് അതിന് വെള്ളം വേണ്ടെങ്കിൽ ഇതിനെ ലിഫ്റ്റ് ചെയ്യാനും, വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കുറച്ച് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം കയറ്റി ഇറക്കുകയും ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപയുടെയൊക്കെ മട വീണുമൊക്കെ പോകുന്നുണ്ട്. ഇത് നമുക്കൊരു ചിലപ്പോൾ ഒരു ബൾക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പം കോസ്റ്റ് കുറയ്ക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ നമുക്കൊരു ഐഡിയ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇതിൻ്റെ എത്രത്തോളം ഇത് പ്രാക്ടിക്കലാകും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതായത് നമ്മളൊരു മാറ്റയിലാണ് നമ്മളപ്പോൾ നിശ്ചിത രീതിയിൽ നെൽകൃഷി ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്. മാറ്റ് നമ്മൾ വെള്ളത്തിൽ ബേസായിട്ടുണ്ട്, അതിൻ്റെ മണ്ടയിലാണ് നമ്മൾ കൃഷി ചെയ്യുക. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്കിപ്പം മണ്ണ് തന്നെ ഇല്ലാതൊക്കെ ഓരോ ടെക്നോളജികൾ ഇപ്പോൾ ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഇപ്പം അങ്ങനെയൊക്കെ കൃഷി ചെയ്യാവുന്ന ഇതുണ്ടല്ലോ. ഇപ്പം വിത്തൗട്ട് സോയിൽ നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ സോയിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് രീതിയിൽ ഏതാണോ ആപ്റ്റ് ഏക്കായാലും നമുക്ക് നമ്മുടെ മെയിൻ പർപ്പസ് എന്നാന്ന് വെച്ചാൽ വെള്ളം കയറി നമ്മുടെ കൃഷി പോകല്ലേ. അങ്ങനെ ഒരു ചെറിയൊരു ഐഡിയയാണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. ഓക്കെ, താങ്ക് യു.